NS200 R200 എടുത്ത് നോക്കുന്ന സമയത്ത് അത് KTM-ൽ നിന്ന് ഡിറൈവ് ചെയ്ത് വന്ന എൻജിൻസാണ്. പൾസറിൻ്റെ ഫീൽ ഉണ്ടോ എന്ന് വെച്ചെങ്കിൽ ഫുള്ളായിട്ടില്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ 220, 180, 150 ആ റേഞ്ചിൽ നിൽക്കുന്ന വണ്ടികളുടെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. സ്പോർട്ടി ക്യാരക്ടറുള്ള ഒരു എൻജിനായിട്ടല്ല എനിക്ക് തോന്നുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മോട്ടോർ വേൾഡ്. എന്താ എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഒരു ബ്യൂട്ടിഫുൾ മോട്ടോർ സൈക്കിൾ ഫ്രം ബജാജ് മോട്ടോർ സൈക്കിൾ N250, ദ അണ്ടർ റേറ്റഡ് 250cc ഒരു മോട്ടോർ സൈക്കിൾ, അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ്സിൽ ഈ ബഡ്ജറ്റ് സെഗ്മെൻറ്റിലെ ഏറ്റവും അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള വണ്ടി എന്നൊക്കെ തന്നെ വേണമെങ്കിൽ പറയാം. കാര്യം നമ്മുടെ 220 റീപ്ലേസ് ചെയ്ത് വന്ന വണ്ടികളായിരുന്നു F250യും N250യും. അപ്പോൾ അതിന് വേണ്ട രീതിയിലുള്ള സ്വീകാര്യത ലഭിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ബട്ട് ഇറ്റ് ഈസ് എ ഫാന്റാസ്റ്റിക് മോട്ടോർ സൈക്കിൾ. ഇതിനൊരു പുതിയ അപ്ഡേഷൻ കാറിലൊക്കെ വന്നിരിക്കുകയാണ്. അപ്പം എന്തൊക്കെയാണ് ഈ ഒരു അപ്ഡേഷനിൽ നമ്മുടെ N250യിൽ വന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെക്ക് ചെയ്യും. വണ്ടിയുടെ ലുക്ക് നോക്കാനാണെങ്കിലും വണ്ടിയുടെ ഫീച്ചേഴ്സ് സ്പെക്കൊക്കെ നോക്കാനാണെന്നുണ്ടെങ്കിലും വേറെ ലെവലാണ് കേട്ടോ. അപ്പോൾ വിഷ്വലി നമുക്ക് വണ്ടിയുടെ ആ ഒരു ഡയമെൻഷനിലോ അല്ലെങ്കിൽ ഓവറോൾ ലുക്കിലോ ഒന്നും മാറ്റങ്ങളൊന്നും വന്നിട്ടില്ലെങ്കിലും നമുക്ക് ഫസ്റ്റിൽ തന്നെ നോട്ടീസ് ചെയ്യുന്ന ചേഞ്ച് എന്ന് പറയുന്നത് ആ ഒരു ഗ്രാഫിക്സിൽ വന്ന മാറ്റമാണ്. അതായത് 250 ആ ഒരു സ്റ്റിക്കർ ടാങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. USD ഫോർക്കാണ് കേട്ടോ, ഗോൾഡൻ USD ഫോർക്കാണ്. നേരത്തെ ടെലിസ്കോപ്പിക് സസ്പെൻഷൻ ആയിരുന്നു വണ്ടിയിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം നിലവിൽ USD ഫോർക്കാക്കി അവർ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാലും അത് നല്ലൊരു മൂവ്മെൻറ്റ് തന്നെയാണ്. വണ്ടിയുടെ അൺസ്പ്രങ് വെയിറ്റും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട്, നല്ല ഹാൻഡ്ലിങ് കിട്ടാനായിട്ട് വണ്ടിയിൽ ഹെൽപ്പ് ചെയ്യുന്നൊരു ഘടകമാണ് USD ഫോർക്ക് എന്ന് പറയുന്നത്. നമ്മുടെ NS200 കണ്ട അതേ ഒരു USD ഫോർക്ക് തന്നെയാണ് ഈ വണ്ടിയിൽ നമുക്ക് കാണാൻ സാധിക്കുക. പിന്നെ എൻജിൻ റിമെയിൻസ് സെയിം ആണ്. നമ്മുടെ 249cc എയർ അല്ലെങ്കിൽ ഓയിൽ കൂൾഡ് എൻജിനാണ് ഈ ഒരു വണ്ടിയിൽ വരുന്നത്. അതായത് ഏകദേശം 24.1 bhpക്ക് അടുത്തും 21 Nm ടോർക്കിനടുത്തുമാണ് ഈ ഒരു എൻജിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതൊരു NS200 പോലെയോ അല്ലെങ്കിൽ ഡൊമിനാർ 250 ഒക്കെ പോലെ ഒരു അഗ്രസീവ് അല്ലെങ്കിൽ ഒരു സ്പോർട്ടി ക്യാരക്ടറുള്ള ഒരു എൻജിനായിട്ടല്ല എനിക്ക് തോന്നുന്നത്. നമ്മുടെ ഒരു പൾസറിൻ്റെ തനതായിട്ടുള്ള ഒരു ത്രില്ലുണ്ടല്ലോ, ആ ഒരു മിഡ് റേഞ്ച് പെർഫോമൻസ് എന്ന ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു 250cc എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ലെങ്കിലും നമുക്കിതൊരു പവർഫുൾ മെഷീൻ തന്നെയാണ്. അതായത് നമുക്കിപ്പം പവർഫുൾ മെഷീൻ എന്ന് പറയുന്ന സമയത്ത് നമുക്കിങ്ങനെ ഹൈ റവ് ചെയ്ത് ഓടിച്ച് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു അൾട്ടിമേറ്റ് വെപ്പൺ എന്നുള്ള രീതിയിൽ ഉപരി നമുക്കിതിനെ ഒരു സിറ്റി കമ്മ്യൂട്ടിങ്ങിനും അതുപോലെ തന്നെ നമുക്ക് ടൂറിങ് കൊണ്ടുപോകാനായിട്ടും വളരെയധികം സെറ്റ് സാധനമാണ് ഈ ഒരു എൻജിൻ. നല്ല റിഫൈൻഡ് ആണ്, നല്ല സ്മൂത്ത് എൻജിനാണ് കേട്ടോ. ബജാജിൻ്റെ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല റിഫൈൻഡ് ആയിട്ടുള്ള ഒരു എൻജിനാണ് ഈ ഒരു എൻജിൻ എന്ന് പറയുന്നത്. ബജാജിൻ്റെ ഓൺ എൻജിനാണ്. ഫ്രണ്ടിൽ 300 mm ഡിസ്ക് ബ്രേക്കാണ്, ബാക്കിൽ 240 mm ഡിസ്ക് ബ്രേക്കാണ്. ഡുവൽ ചാനൽ ABS വരുന്നുണ്ട്. സെൻട്രൽ സ്റ്റാൻഡ് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ MRFിൻ്റെ സാപ്പർ ടയറാണ് രണ്ട് സൈഡിലും വരുന്നത്. അത്യാവശ്യം നല്ല കോർണർ ചെയ്യാനൊക്കെ ആയിട്ട് സ്റ്റെബിലിറ്റിയും കാര്യങ്ങളൊക്കെ തരുന്ന രീതിയിലുള്ള ടയർ സൈസാണ് രണ്ട് ഭാഗത്തും വന്നിട്ടുള്ളത്. പിന്നെ ടാങ്കൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. അത്യാവശ്യം നല്ല ഒതുക്കി തന്നെയാണ് സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഇവിടെ കാണാം. നല്ല പെയിൻറ്റ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ തന്നെയാണ് വണ്ടിയിൽ വരുന്നത്. പിന്നെ എനിക്ക് ഈ ഒരു ഹാൻഡിൽ ബാർ അത്രയ്ക്ക് അങ്ങോട്ടൊരു സൂചിച്ചിട്ടില്ല. ഹാൻഡിൽ ബാർ ഒരു കുറച്ചും കൂടെ ഒരു സിംഗിൾ പീസ് ഹാൻഡിൽ ബാറൊക്കെ പോലെ സെറ്റ് ചെയ്തായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയേനെ. ബട്ട് ഇത് പിടിച്ച് ഓടിക്കാൻ നല്ല രസമാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് മീറ്റർ കൺസോളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറയുന്നത്. മീറ്റർ കൺസോളിൽ നമുക്ക് ഒരു നെഗറ്റീവ് LCD ഡിസ്പ്ലേ ആയി. ഈ വണ്ടിയിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ഡിസ്പ്ലേ. ബട്ട് NS200 ഈ സെയിം ഡിസ്പ്ലേ തന്നെ കൊണ്ടുവന്നു. ബട്ട് അതൊരു എനിക്ക് തോന്നുന്നില്ല അത് അക്സെപ്റ്റ് ചെയ്ത് വരാൻ കുറച്ച് ടൈം എടുക്കുമായിരിക്കും. ബട്ട് ഒരുപാട് ഫീച്ചർ ലോഡഡ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ് കൺസോളാണ്. 3 റൈഡിങ് മോഡുണ്ട്, റെയിന്, റോഡ്, അർബൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ തന്നെ ട്രാക്ഷൻ കൺട്രോൾ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ റിയൽ ടൈം ഫ്യൂവൽ എഫിഷ്യൻസി അതുപോലുള്ള കുറേ കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ABS ഓഫാക്കാനും ഓണാക്കാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്കിവിടെ കാണാം. ആവറേജ് ഫ്യൂവൽ എഫിഷ്യൻസി, റിയൽ ടൈം സെറ്റിങ്സ്, ഒരുപാട് ഓപ്ഷൻ, ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്ററും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എന്തുവാണെങ്കിലും ടൈം ആണെങ്കിൽ സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേറ്റർ ആണെന്നുണ്ടെങ്കിൽ എല്ലാം തന്നെ ഇന്ത്യയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. വിസിബിലിറ്റി കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ട്. പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ നമുക്കിത് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ MT എന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട്. പക്ഷേ നമുക്ക് നേരിട്ട് കാണുന്ന സമയത്ത് MT ആയിട്ടൊന്നും നമുക്ക് തോന്നത്തില്ല. പക്ഷേ ആ ഒരു ഷേപ്പൊക്കെ ഏകദേശം അതുപോലെ ഇരിക്കുന്നതോട്ടാകാം നമുക്ക് അങ്ങനെ തോന്നിയത്. പിന്നെ ആ ഒരു റേഡിയേറ്റർ നമുക്ക് കാണാം. അതായത് ലിക്വിഡ് കൂൾഡിൻ്റെ അല്ല, ഓയിൽ കൂളിൻ്റെ റേഡിയേറ്റർ നമുക്ക് കാണാം. പിന്നെ ആ ഒരു അലോയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കാണാൻ നല്ല രസമുണ്ട്. പിന്നെ സീറ്റൊക്കെ നല്ല കംഫർട്ടബിളാണ് കേട്ടോ. ഇരുന്ന് ഓടിക്കാൻ എന്താ സുഖമെന്നറിയാം. നല്ല കംഫർട്ടബിളായിട്ടുള്ള സീറ്റാണ്.
പിന്നെ ഡുവൽ ബാരലായിട്ടുള്ള എക്സോസ്റ്റ് നമുക്ക് ഇവിടെ കാണാം. നല്ല ഒരു സൗണ്ടാണ് കേട്ടോ, നല്ല ഫീലും ഫീഡ്ബാക്കുള്ള സൗണ്ടാണ്. പൾസറിൻ്റെ ഒരു ടിപ്പിക്കൽ ഡിസൈൻ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അടിപൊളി ഒരു ഗ്രാബ് റെയിൽ സൗണ്ടും കൂടെ നമുക്ക് കേൾക്കാം. യെസ്, നമ്മളങ്ങനെ നമ്മുടെ N250 ഓടിക്കാനായിട്ട് പോവുകയാണ്. വണ്ടിയിലോട്ട് കയറിയിരിക്കുമ്പോൾ തന്നെ 164 kg ആണ് വണ്ടിയുടെ ഭാരം എന്ന് പറയുന്നത്. അത്ര വെയിറ്റ് ഉള്ളൊരു വണ്ടിയായിട്ടൊന്നും തോന്നത്തില്ലെങ്കിലും ഇതൊരു പ്രോപ്പർ നേക്കഡ് സ്റ്റൈലിലാണ് ഇതിൻ്റെ റൈഡിങ് സ്റ്റാൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. വണ്ടി അത്യാവശ്യം നല്ല റിഫൈൻഡ് ആണ്. പിന്നെ എനിക്ക് ഈ ഹാൻഡിൽ ബാർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പേഴ്സണലി എനിക്ക് ഇഷ്ടമല്ല ഈ ഒരു ഹാൻഡിൽ ബാർ. അന്ന് ഞാൻ വണ്ടി ഇറങ്ങിയ സമയത്ത് ഇതിനെ പറ്റി പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ USB ചാർജിങ് പോർട്ട് നമുക്ക് ഇവിടെ കാണാം. എന്തുവാണേലും നമുക്ക് വണ്ടി ഓടിക്കാം. ഇതൊരു 5 സ്പീഡ് ഗിയർ ബോക്സ് ആയിട്ടുള്ളൊരു വണ്ടിയാണ്. സോ വണ്ടി നല്ല ആദ്യത്തെ ഒരു ഗിയർ എന്ന് പറയുന്നത് അടിപൊളിയാണ് കേട്ടോ. സൂപ്പർ സൗണ്ടാണ് കേട്ടോ, അടിപൊളി സൗണ്ട്. ആ ഒരു പൾസറിൻ്റെ ആ ഒരു ബേസ് ഉണ്ടല്ലോ സൗണ്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്ന, അത് ഈ വണ്ടിക്കുണ്ട്. സീരിയസ്ലി നമുക്ക് കുറച്ചും കൂടെ അപ്ഡേറ്റഡ് ആയിട്ട്, കുറച്ചും കൂടെ പവർഫുള്ളായിട്ടുള്ള ഒരു പൾസർ ഇത് ഓടിക്കുമ്പോഴേ നമുക്കിതൊരു പൾസറാണെന്ന് നമുക്ക് മനസ്സിലാവും. കാര്യം പൾസർ എന്ന് പറയുന്ന സാധനം ഈസ് ആൻഡ് ലെജൻഡറി മോട്ടോർ സൈക്കിൾ ബ്രാൻഡ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ബജാജിനെക്കാട്ടിലും വലിയ ബ്രാൻഡാണ് പൾസർ എന്ന് പറയുന്നത്. കാര്യം പൾസർ ഒരു ഇമോഷൻ തന്നെയാണ് എല്ലാ യങ്സ്റ്റേഴ്സിനും. നമുക്കിപ്പോൾ NS200 R200 എടുത്ത് നോക്കുന്ന സമയത്ത് അത് KTM നിന്ന് ഡിറൈവ് ചെയ്ത് വന്ന എൻജിൻസാണ്. അപ്പോൾ അതിന് പൾസറിൻ്റെ ഫീൽ ഉണ്ടോ എന്ന് വെച്ചെങ്കിൽ ഫുള്ളായിട്ടില്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ 220, 180, 150 ആ റേഞ്ചിൽ നിൽക്കുന്ന വണ്ടികളുടെ ആ ഒരു മിഡ് റേഞ്ച് പെർഫോമൻസ് ഉണ്ടല്ലോ, കൈ കൊടുക്കുമ്പോൾ ഇങ്ങനെ ഇരച്ചുകൊണ്ട് കയറുന്ന ആ ഒരു ലെവലിൽ നിൽക്കുന്ന പെർഫോമൻസാണ് ഈ ഒരു വണ്ടിക്ക്. ബട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു 250cc ആണ്. നമുക്ക് വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവത്തില്ല. ഒരു കമ്പ്യൂട്ടർ ലെവലിൽ നിൽക്കുന്ന ഒരു ജാതി പെർഫോമൻസ് ആണ്. ബട്ട് ഇത് 140 ഒക്കെ കയറുന്ന വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. 140, 145 ആ റേഞ്ചിലൊക്കെ കയറുന്ന വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം 220 അങ്ങനെ ആയിരുന്നല്ലോ, 2 വാൽവ് എഞ്ചിൻ ആയിരുന്നു, ഓയിൽ കൂൾഡ് എഞ്ചിൻ, 5 സ്പീഡ് ഗിയർ ബോക്സ് മാത്രം, ഒരു സാധാരണ കമ്പ്യൂട്ടർ എഞ്ചിൻ പോലെ ആയിരുന്നു നമുക്ക് ഫീൽ. പക്ഷെ അത് വേറെ ലെവലായിരുന്നു. പക്ഷെ അത് പിന്മുറക്കാരൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ വണ്ടി വന്നിട്ടുള്ളത്. ബട്ട് ഇത് മോർ പവർഫുൾ ദാൻ 220, അത് പറയാതിരിക്കാൻ വയ്യ. ത്രോട്ടിൽ റെസ്പോൺസ് ആണെന്നെങ്കിലും നല്ല രീതിയിലുണ്ട്. ഒരു 21 BA ടോർക്ക്, NM ടോർക്ക് ഉണ്ടെന്നുണ്ടെങ്കിലും ഇതൊരു മാസീവ് ആയിട്ട് ലോ എൻഡിൽ ടോർക്ക് പ്രൊഡക്ഷൻ ചെയ്യുന്നൊരു വണ്ടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൾസറിൻ്റെ ആയിട്ടുള്ള ഒരു കിക്ക് തരുന്നൊരു സാധനമാണ് ഈ ഒരു വണ്ടി എന്ന് പറയുന്നത്. പിന്നെ ഗിയർ ബോക്സൊക്കെ നല്ല സ്മൂത്താണ് കേട്ടോ. പിന്നെ പൾസർ ബജാജാണ്. അപ്പം നമുക്ക് പിന്നെ ഇതിൻ്റെ ഗിയർ ബോക്സ് ഇപ്പം നിലവിൽ 5 സ്പീഡ് വിത്ത് സ്ലിപ്പർ ക്ലച്ച് ആക്കി മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അഗ്രസീവായിട്ടുള്ള ഡൗൺ ഷിഫ്റ്റൊക്കെ അതെ വീല് ലോക്കാവാതെ ഇതുപോലെ സ്മൂത്തായിട്ട് ഇരുന്നോളും. പിന്നെ വൈബ്രേഷൻസും കാര്യങ്ങളൊക്കെ വളരെയധികം കുറവാണ്. ഒരു 90 റേഞ്ചിൽ അല്ലെങ്കിൽ 100 റേഞ്ചിൽ പോയാലും നമുക്ക് ഈസി ആയിട്ട് ഒരു എഞ്ചിന് വലിയ സ്ട്രെസ് കൊടുക്കാത്ത രീതിയിൽ നമുക്ക് ക്രൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു വൈബ്രേഷൻസ് ഒക്കെ ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈബ്രേഷൻസ് നമുക്ക് ഹയർ റെവിൽ നമുക്ക് ഫുഡ് പെക്കിലും ഹാൻഡിൽ ബാറിലൊക്കെ ചെറിയൊരു തരിപ്പ് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ വണ്ടിയുടെ ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലിവർ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. പേഴ്സണലി എനിക്ക് തോന്നിയൊരു കാര്യമാണ്. ബട്ട് ബ്രേക്കിങ്ങിനെ കുറ്റം പറഞ്ഞതല്ല, ബ്രേക്കിംഗ് ഈസ് നൈസ് ബ്രേക്കിംഗ്, അടിപൊളി ബ്രേക്കിംഗ് ആണ്. നല്ല ഷാർപ്പായിട്ടുള്ള ബ്രേക്കിംഗ് ആണ്. നല്ല ഷാർപ്പ് ബ്രേക്കിംഗ് തന്നെയാണ് വണ്ടിയിൽ വന്നിട്ടുള്ളത്. വണ്ടിയെ പിടിച്ച് നിർത്താൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റോപ്പിംഗ് പവറും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ഡുവൽ ചാനൽ ABS നമുക്ക് ഓഫാക്കാനും ഓണാക്കാനൊക്കെ ആയിട്ട് പറ്റും. പിന്നെ ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട്.
അതിപ്പോൾ ഈ വന്ന കാലത്തൊക്കെ അത്യാവശ്യമുള്ളൊരു സാധനം തന്നെയാണ് ട്രാക്ഷൻ കൺട്രോൾ. എനിക്ക് തോന്നുന്നു ഇനിയിപ്പം ഗവൺമെൻറ് അത് മാൻഡറ്ററി ആക്കും, ABS ആക്കിയതുപോലെ. വാവ്, ബാക്കിലത്തെ ബ്രേക്ക് ആസ് യൂഷ്വൽ ബജാജ് തിങ്സ്, ബട്ട് സൗണ്ട് ഈസ് അമേസിങ് മാൻ. പിന്നെ മൈലേജൊക്കെ ഒരു 40-45 റേഞ്ചിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഇതിലും ബെസ്റ്റായിട്ട് നമുക്ക് ടൂർ ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ് F250 എന്ന് പറയുന്നത്. അതിപ്പോൾ ഇറങ്ങുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ അതിനൊന്നും കിട്ടേണ്ടതായിട്ടുള്ള ഒരു വാല്യൂ കിട്ടില്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിലുള്ള പിള്ളേർ അല്ലെങ്കിൽ എല്ലാവരും വണ്ടിയുടെ വാല്യൂ അല്ലെങ്കിൽ മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് കൂടുതൽ ആൾക്കാരും വണ്ടി എടുക്കുന്നത്. അതുകൊണ്ടാണ് ഈ വണ്ടികൾക്കൊക്കെ സെയിൽ കുറഞ്ഞു പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ വണ്ടി ഓടിച്ച് അവൻ്റെ പർപ്പസ്, ഒരു ടൂറിങ് നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ബഡ്ജറ്റിൽ നിങ്ങളുടെ കയ്യിൽ 2 ലക്ഷത്തിൻ്റെ താഴെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മറ്റുള്ളവരെ എന്ത് വിചാരിക്കത്തില്ല എന്ന് വിചാരിക്കുന്നവരാണെങ്കിൽ F250 നമ്മുടെ റോഡുകളിൽ ഒരുപാട് കണ്ടേനെ. പിന്നെ സർവീസ് കോസ്റ്റ് കാര്യങ്ങളൊക്കെ താരതമ്യേന ബജാജാണ്, കുറവാണ്. നമുക്ക് എവിടെ കൊണ്ടുപോയാലും നമുക്ക് ഷോറൂം കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. വൈബ്രേഷൻസൊക്കെ നല്ല മിനിമലാണ് കേട്ടോ. നല്ല സ്മൂത്ത് എൻജിൻ, ബട്ടറി സ്മൂത്ത് ആയിട്ടുള്ള എൻജിൻ എന്നൊക്കെ തന്നെ വേണമെങ്കിൽ പറയാം. പിന്നെ മിററിൻ്റെ വിസിബിലിറ്റിയൊക്കെ നല്ല രീതിയിലുണ്ട് കേട്ടോ. നമുക്ക് ബാക്കി വരുന്ന വണ്ടികളൊക്കെ അത്യാവശ്യം കാണാൻ പറ്റുന്ന രീതിയിലുള്ള വിസിബിലിറ്റിയൊക്കെയാണ് ഈ വണ്ടിയിൽ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു വണ്ടിയെ പറ്റി എന്താണ് തോന്നുന്നത്? എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് ബജാജിൻ്റെ വണ്ടിക്ക് അപ്ഡേഷൻ കൊണ്ടുവരുന്നില്ല എന്ന് പറയുന്നിരുന്ന ആൾക്കാർ തന്നെ ഇപ്പം നിലവിൽ അതിൻ്റെ അനലോഗ് മീറ്റർ മാറ്റി എന്ന് പറഞ്ഞ് കുറ്റം പറയുന്നത് കാണുമ്പോൾ വളരെയധികം വിഷമം തോന്നാറുണ്ട്. ബട്ട് എന്നിരുന്നാലും ബജാജ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൊണ്ടുവന്നത് അപ്രിഷ്യേറ്റബിൾ തന്നെയാണ് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം വേറൊരു ബ്രാൻഡ് ഈ ഒരു വിലയ്ക്ക് ഇത്രയും ഫീച്ചറും ഇത്രയും പവറും ഒന്നും തരാൻ ചാൻസ് ഇല്ല. അത്യാവശ്യം നല്ല താരതമ്യേന നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ വരുന്നുണ്ട്. പിന്നെ ഫുഡ് പെക്ക് എന്ന് പറയുന്നത് അത്യാവശ്യം ഒരു കംഫർട്ടബിൾ സൈഡിലാണ്. നമുക്കൊരു സ്പോർട്ടി സെറ്റപ്പിലല്ല ഫുഡ് പെക്കിൻ്റെ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും എടപ്പള്ളിയിലെ ബ്ലോഗ് തുടങ്ങി. നമ്മുടെ റിവ്യൂ എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ തന്നെ ഉള്ളായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.